ശ്രീമുഖി സങ്കീർത്തനാലാപി ഭഗവത്പാദം സുന്ദരം സുന്ദരാഭാഷ്യങ്ങളോ ദക്ഷിണാമൂർത്തേ ബൃഹദാരണ്യകം നാലാം ഭാഷ്യം. एवं तर्हि अनुवर्तकैवेदिचेन्न तस्मात् तत्सर्वं भवति श्रुतेः विद्यते हृदये गिरन्ति तत्र को मोह इत्यादि श्रुतिभ्यश्च ഇവിടെ അവിദ്യ എന്ന് വർദ്ധിപ്പിക്കുന്ന എന്താണ്, അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സിദ്ധാന്തത്തിൽ അജ്ഞാനം, ശ്രവണജന്യമായ ജ്ഞാനം എന്ന് പറയും. അതാണ് അവിദ്യ ഇല്ലാതാകുന്നത്. ശ്രുതി ആണ് ശ്രവിക്കുന്നത്. ആ ശ്രവിക്കുന്ന ശ്രവണത്തിൽ നിന്നും ശ്രവിക്കുന്ന ശബ്ദത്തിന് ആണ് ശ്രവിക്കുന്നത്. തത്വമസി തുടങ്ങിയ ശബ്ദങ്ങൾ. ശബ്ദം ശ്രവിക്കുമ്പോൾ ശബ്ദമല്ല അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു. ശ്രോതാവിന്റെ ഉള്ളിൽ ആ ശബ്ദത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു. ആ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. ഇതാണ് സിദ്ധാന്തം. അജ്ഞാനം ഉണ്ടാകുന്നതിന് പ്രമാണമായിട്ട് ശബ്ദത്തെ സ്വീകരിച്ചിരിക്കുന്നു. ശബ്ദത്തിൽ നിന്ന് എന്തുകൊണ്ട് ജ്ഞാനം ഉണ്ടാകുന്നു? അത് ശബ്ദത്തിന്റെ ശക്തി. ശബ്ദത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട് ജ്ഞാനത്തെ ഉണ്ടാക്കുന്നത്. അത് ശബ്ദ സ്വഭാവമാണ്, അല്ലെങ്കിൽ ശബ്ദത്തിന്റെ ശക്തി എന്ന് പറയും. ആ ശബ്ദത്തിന് ഇന്ന ജ്ഞാനം ശ്രോതാവിനുണ്ടാകണം എന്നൊരു താല്പര്യം ആ ശബ്ദത്തിലുണ്ട്. ആ ശബ്ദ താല്പര്യമനുസരിച്ച് ആ ശ്രോതാവിന് ജ്ഞാനം ഉണ്ടാകും. നമുക്ക് വിശദീകരിച്ച് പറയുന്നത്
പലതവണ ആവർത്തിച്ചിട്ടും പലർക്കും ഈ പറയുന്നത് എന്താണെന്ന് പിടികിട്ടുന്നില്ല എന്നുള്ളത് ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു. പൊട്ടം കഥകളി കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുക. സംഭവം എന്താ നടക്കുന്നതെന്ന് അറിയുന്നില്ല. എന്നാണ് വീണ്ടും വിശദീകരിക്കുന്നത്. എനിക്കെപ്പോഴും തോന്നുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞു, ഇനിയൊന്നും പറയാനില്ലെന്നാണ്. കേൾക്കുന്നവർക്ക് തോന്നുന്നു ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. രണ്ട് സമാന്തരമായ രണ്ട് തരത്തിൽ എന്നാണ് വീണ്ടും വിശദീകരിക്കുന്നത്. എന്താ ഇവിടെ പറയുന്നത്, എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ശബ്ദം, പ്രമാണം, ജ്ഞാനം, അജ്ഞാനം എന്നൊക്കെ പറയുന്നത് എന്താണ് ഒരു പിടിയും കിട്ടുന്നത്? എന്തൊക്കെയോ കേൾക്കുന്നു. ഇവിടെ മന്ത്രം, ജപം, ധ്യാനം ഇതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നതുമില്ല. ഈ പറയുന്നത് കേട്ടു വന്നതുമായിട്ട് വ്യത്യാസം ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും അത് പറയുന്നത്. കേൾക്കുന്നവർക്കത് പിടികിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ശബ്ദം, ആ ശബ്ദത്തിനൊരു താല്പര്യമുണ്ട്. അത് ആ ഏകത്വത്തെ ബോധിപ്പിക്കുന്നു, അദ്വൈതമായ ആത്മാവിനെ ബോധിപ്പിക്കുന്നു. ശബ്ദം കേട്ടാൽ പോരാ, ശബ്ദത്തിന്റെ താല്പര്യത്തെ ഗ്രഹിക്കണം. ആ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനാണ് പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത്. ശബ്ദം നിമിത്തമായി ഉണ്ടാകുന്ന ജ്ഞാനം അതെവിടെ ഉണ്ടാകണം? കേൾക്കുന്നവന്റെ ഉള്ളിലുണ്ടാകണം. ഋഷി പറഞ്ഞു തത്വമസി എന്നെല്ലാം പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ കാരണം? ഋഷിയുടെ ജ്ഞാനത്തിനനുസരിച്ചാണ് ആ ശബ്ദം വന്നത്. ഋഷി തന്റെ ജ്ഞാനത്തെ ശബ്ദത്തിലൂടെ പ്രകാശിപ്പിച്ചു. ജ്ഞാനത്തിനനുസരിച്ചാണ് ശബ്ദം വരുന്നത്. സാധാരണ ലൗകികമായി ദുഃഖം വരുമ്പോൾ നിലവിളിക്കും, സന്തോഷം വന്നാൽ പൊട്ടിച്ചിരിക്കും. ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? എന്റെ ഉള്ളിലിരിക്കുന്ന എന്ത് ഭാവമോ അതനുസരിച്ച് ശബ്ദം പുറത്തു വരും. അതുപോലെ അറിവിനെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമമാണ് ശബ്ദം. അപ്പോൾ ഋഷിയിൽ അങ്ങനെ ഒരു അറിവ് പ്രകാശിക്കുന്നത് കൊണ്ടാണ് ഋഷി അങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചത്. തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന. കേൾക്കുന്നവനും ഏതൊരറിവ് നിമിത്തമായിട്ടാണോ ആ ശബ്ദം ഉണ്ടായത്, ആ ശബ്ദത്തിൽ നിന്ന് അറിവിനെ ഗ്രഹിക്കണം. ഇത് ആധ്യാത്മികമായ കാര്യത്തിൽ മാത്രമല്ല, ലൗകികമായ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. പുസ്തകമെന്ന് ഞാൻ പറയണമെങ്കിൽ എനിക്കതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ശബ്ദം പുറപ്പെടുവിച്ചു. കേൾക്കുന്നവനും ആ അറിവുണ്ടാകുന്നു. ഇവിടെ വ്യത്യാസം വരുന്ന ഒരു കാര്യത്തിൽ മാത്രം. ഇവിടെ ഈ ശബ്ദം ബോധിപ്പിക്കുന്നത് പരമാർത്ഥമായ തത്വത്തെ, ലൗകികമായ വിഷയങ്ങളൊന്നുമില്ല, അലൗകികമായ വിഷയത്തെ. അദ്വൈതമായ ആത്മാവ് എന്ന് പറഞ്ഞു അതിനെ ബോധിപ്പിക്കുന്നു. ആ ശബ്ദം പുറപ്പെടുവിച്ചു. ശ്രോതാവിൽ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നതിന് ശബ്ദം മാത്രം പോലെ
ആ ശബ്ദ താല്പര്യത്തെ അറിയുന്ന ആളത് പറഞ്ഞാലും പോലെ ഇവിടെ അതിനെ ഗ്രഹിക്കുന്നതിന് ആ ശ്രോതാവിന് യോഗ്യതകൾ വേണം. അതാണ് മുഖ്യമായിരിക്കുന്നത്. ലൗകികമായ വിഷയങ്ങളിലും അങ്ങനെ LKG സാർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആ കുട്ടിക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞവന് സയൻസോ കണക്കോ എല്ലാം MAക്ക് പഠിക്കുന്നു. അത് LKG പറഞ്ഞവന് മനസ്സിലാവും. അവിടെയും പഠിപ്പിക്കുന്നുണ്ട്, 1, 2 എന്നൊക്കെ എണ്ണി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവസാനം പഠിക്കുന്ന കാര്യങ്ങൾ, ഒരു ശാസ്ത്രജ്ഞൻ പറയുന്ന കാര്യങ്ങൾ കുട്ടിക്ക് മനസ്സിലാവില്ല. 2 ശബ്ദമാണല്ലോ. LKGയിലെ സാർ പറയുന്നത് ശബ്ദമാണ്, ശാസ്ത്രജ്ഞൻ പറയുന്നത് ശബ്ദമാണ്. രണ്ടുപേരും അവരവരുടെ അറിവിനെ പ്രകാശിക്കുന്നു. പക്ഷെ കുട്ടിക്കത് മനസ്സിലാവത്തില്ല. എന്തുകൊണ്ട്? അവനതിന് യോഗ്യതയില്ല. 1, 2, 3, 4, 5 എന്നിങ്ങനെ ക്ലാസ്സുകൾ പഠിച്ചു പോയി അവസാനത്തെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത അവന്റെ മനസ്സിൽ വരും. അത് വിഷയഗ്രഹണത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് അതുപോലെ ഇവിടെ ആന്തരികമായി സ്വസ്വരൂപത്തെ ഗ്രഹിക്കുന്നതിന് യോഗ്യത വേണം. അത് അത്യധിക സൂക്ഷ്മമാണ്. തത്വം സ്വസ്വരൂപം തന്നെയാണ്. ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ട യോഗ്യതകൾ, മനസ്സിന്റെ ഏകാഗ്രത, മനസ്സിന്റെ ശുദ്ധി, ശ്രദ്ധ, ഭക്തി തുടങ്ങി നിരവധി യോഗ്യതകൾ വേണം. ആ യോഗ്യതകളൊക്കെ ഒത്തുവരുമ്പോൾ അങ്ങനെ ഒരാളിനോട് ഇത് ഉപദേശിച്ചു കഴിഞ്ഞാൽ അയാൾക്കത് മനസ്സിലാവും. അവിടെ ആ യോഗ്യത ഒത്തിരിക്കുന്നത്. കാരണം ഈ വിഷയം അത്യധികം സൂക്ഷ്മമായതുകൊണ്ട് യോഗ്യതയെക്കുറിച്ച് നിർണയിക്കാൻ പറ്റില്ല. ഇത്ര അളവ് യോഗ്യത, അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അത് ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യം എന്നേ പറയാൻ പറ്റും. ഓരോ ജീവനും വിഭിന്ന സംസ്കാരത്തോടു കൂടിയതായതുകൊണ്ട് ഇത് ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യതയും വ്യത്യാസങ്ങളാണ്. ചിലർക്കത് അത് പൂർണ്ണമാണെങ്കിൽ അത് പറയുമ്പോൾ തന്നെ ഗ്രഹിക്കുന്നു പൂർണ്ണമായിട്ട്. ചിലർ ഒട്ടും ഗ്രഹിക്കുന്നേയില്ല. ശബ്ദം ജ്ഞാനം മാത്രം ഉണ്ടാവും, അർത്ഥജ്ഞാനം ഉണ്ടാകത്തില്ല. ഇവിടെ ഇരുന്ന് ഞാനീ പറയുന്ന കാര്യങ്ങൾ ഈ ഭാഷ പരിചയമില്ലാത്ത ഒരാൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നു, ഈ ഭാഷ അറിയാവുന്ന ഒരാളിരുന്ന് കേൾക്കുന്നു. വ്യത്യാസമുണ്ട്. ഈ ഭാഷയെക്കുറിച്ച് ഒരു പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ശബ്ദജ്ഞാനം ഉണ്ടാവും. ഇത് ടൈപ്പ് ചെയ്താൽ ആ ടേപ്പിൽ എന്താ ഉണ്ടാകുന്നത്? ഈ ശബ്ദജ്ഞാനം ഉണ്ടാകും. കാരണം ആ ശബ്ദത്തെ അത് വീണ്ടും പുറപ്പെടുവിക്കും. അതിലർത്ഥജ്ഞാനം ഉണ്ടാകത്തില്ല, കേവല ശബ്ദജ്ഞാനം. ഈ ഭാഷ പരിചയമില്ലാത്ത ഒരാൾ കേട്ടുകഴിഞ്ഞാൽ അയാള് ശബ്ദജ്ഞാനം ഉണ്ടാവും. ആ ശബ്ദജ്ഞാനത്തെ അതുപോലെ പുറപ്പെടുവിക്കുകയും ചെയ്യും. പക്ഷെ അർത്ഥജ്ഞാനം ഉണ്ടാകത്തില്ല. കാക്കാശ്ശേരി നമ്പൂതിരിയുടെ വീട്ടും കഥ കേട്ടിട്ടില്ലേ? അസാമാന്യ ബുദ്ധിയുള്ള ആളായിരുന്നു. ഒരു സത്രത്തിലിരുന്നപ്പോൾ പല ഭാഷക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി. അതിന് സാക്ഷിയായി ഒരാളെ ഉണ്ടായിരുന്നു. രാജാവ് വിളിച്ച് ചോദിച്ചു, അവിടെ എന്താ അവർ പറഞ്ഞത്? ഓരോരുത്തരും പറഞ്ഞ ചീത്തകളെല്ലാം അവരവരുടെ ഭാഷയിൽ പറഞ്ഞു.
പക്ഷെ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഗ്രഹണ സാമർഥ്യം കൊണ്ട് 5-6 ഭാഷയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ പറഞ്ഞു. ശബ്ദഗ്രഹണം, അർത്ഥബോധമില്ല, അങ്ങനെ സംഭവിക്കും. പിന്നെ ഈ ശബ്ദത്തെ പരിചയമുള്ളവരിന് പലർക്കും പലതരത്തിലാണ്. ചിലർക്ക് ആ ശബ്ദ താല്പര്യവും ശബ്ദാർത്ഥ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ അറിവുണ്ട്. ശബ്ദ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യം കൂടുതലാണെങ്കിൽ അവർക്കത് കൂടുതൽ വ്യക്തമായി മനസ്സിലാവും. ആ സാമർഥ്യം കുറവാണെങ്കിൽ വ്യക്തമായി ഗ്രഹിക്കത്തില്ല. അതാ ഗ്രഹണ സാമർഥ്യമാണ്, ഭാഷാപരിചയമല്ല. അതിന് ഭാഷാ പരിചയമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മലയാളം മാതൃഭാഷ ഒരാൾ കേൾക്കുന്നെങ്കിലും അവിടെയാണ് ഭാഷയെ ഗ്രഹിക്കത്തുള്ളൂ, താല്പര്യത്തെ ഗ്രഹിക്കത്തില്ല. എന്തുകൊണ്ട്? ആ ഗ്രഹണ സാമർഥ്യം. ശബ്ദം ഗ്രഹിക്കും. ശബ്ദത്തെക്കുറിച്ച് അയാൾക്ക് ജ്ഞാനം ഉണ്ടാകും, സംശയമൊന്നും വരത്തില്ല. പക്ഷെ അർത്ഥജ്ഞാനം ഉണ്ടാകത്തില്ല. അപ്പൊ ആ ഗ്രഹണ സാമർഥ്യം എന്ന് പറയുന്ന ആ ശേഷി ഒന്ന് വേറെയാണ്. അവർക്ക് ഈ പറയുന്നതിന്റെ താല്പര്യം മനസ്സിലാവും. അല്ലാത്തവർക്ക് ശബ്ദജ്ഞാനം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ വ്യക്തിയുടെ യോഗ്യതയനുസരിച്ച്, ഗ്രഹണ സാമർഥ്യം ഉൾപ്പെടെയുള്ള യോഗ്യതയനുസരിച്ച് ഈ അർത്ഥഗ്രഹണത്തിൽ അപൂർണത വരും. അപൂർണത എന്ന് പറയുന്ന അവിടെ എന്താണ്? ശബ്ദ അർത്ഥ താല്പര്യത്തെ ഗ്രഹിക്കാതിരിക്കുകയല്ല. ചിലർ ഗ്രഹിക്കാതിരിക്കും. ഗ്രഹിക്കുന്നവരിൽ തന്നെ സംശയാദി ദോഷങ്ങൾ വരും. ഗ്രഹിക്കാത്തവരുടെ കാര്യം പോട്ടെ. ഭാഷ അറിയാവുന്നതുകൊണ്ട് മാത്രം ഒരാൾ ഗ്രഹിക്കണമെന്നില്ല. എന്ന് പറയും പദപദാർത്ഥ സംഗതി അറിഞ്ഞിരിക്കുന്നു. ശബ്ദ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള ഒരു യോഗ്യത ആ വ്യക്തിയുടെ അന്ധകരണത്തിൽ വേണം. അത് ശബ്ദഗ്രഹണ സാമർഥ്യമല്ല. മലയാളം മാതൃഭാഷയായ ഒരാൾ കേട്ടാലും കഴുത കേൾക്കുന്ന പോലെ കേട്ടുകൊണ്ടിരിക്കും. പറയുന്നത് മനസ്സിലാക്കണമെന്നൊന്നുമില്ല. പക്ഷെ അത് മാതൃഭാഷ അല്ലാത്ത ഒരാളിനും ആ ഗ്രഹണ സാമർഥ്യം ഉണ്ടെങ്കിൽ ഉള്ളിൽ ഭാഷയിൽ വേണ്ടത്ര ശബ്ദജ്ഞാനത്തിൽ വേണ്ടത്ര പരിചയമില്ലെങ്കിൽ താല്പര്യം ഗ്രഹിക്കും. അതാണ് സാമർഥ്യം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഗ്രഹിക്കുന്നിടത്തും ഏറ്റക്കുറച്ചിൽ. ചിലര് പറയും കാര്യം മനസ്സിലായി, പക്ഷേ എന്ന് പറഞ്ഞാൽ പക്ഷേ സംശയത്തെ ദ്യോതിപ്പിക്കുന്നു. ചില സംശയങ്ങളുണ്ട്. ആ തത്വത്തിൽ സംശയം, കേട്ട ശബ്ദത്തിൽ സംശയമൊന്നുമില്ല. അതാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി. എന്താ മനസ്സിലായത്? ശബ്ദം മനസ്സിലായി, പറഞ്ഞ എന്താണ്. പിന്നെ സംശയം ഇവിടെ വന്നത് തത്വത്തിൽ സംശയം വരും. സംശയപര്യങ്ങളെല്ലാം വരും. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രവണ മനനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കേട്ട അറിവിൽ തന്നെ കടന്നു വരുന്ന ദോഷങ്ങളെ പരിഹരിക്കാൻ, ഗ്രഹിച്ച അറിവിൽ തന്നെ. ശബ്ദജ്ഞാനത്തിലല്ല, താല്പര്യജ്ഞാനത്തിൽ, തത്വജ്ഞാനത്തിൽ. അപ്പോൾ അതെന്ത് വരുന്നു? അവിടെ വന്ന ഈ സംശയാദികൾ നീക്കുന്നു. അടിസ്ഥാനപരമായിട്ടുള്ളത് തത്വത്തെക്കുറിച്ചുള്ള അജ്ഞാനം. വിപര്യം സംശയം മുഴുവൻ അജ്ഞാനത്തിന്റെ ഫലമായി വരുന്നതാണ്. നമ്മൾ സാധാരണ അജ്ഞാന സംശയ വിപര്യം എന്ന് പറയുമെങ്കിലും മൂലകാരണമായിരിക്കുന്ന അജ്ഞാനമാണ്. സംശയവിപര്യങ്ങൾ അതിന്റെ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് അത് പറയുന്ന മനസ്സിലായി,
എന്ന് പറഞ്ഞിട്ട് വീണ്ടും പക്ഷേ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പ്രാധാന്യം വരുന്നത്? സംശയവിപര്യങ്ങൾക്കാണ്. പറയുന്നതിന് വിപരീതമായി ഗ്രഹിക്കുന്നു. അത് ഗ്രഹിച്ച ഭാഗത്ത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് സംശയം വരുന്നു. ഇതെല്ലാം മനനം കൊണ്ട് മാറുന്നു. ശ്രവണ മനനങ്ങളെ കൊണ്ട് ഇതെല്ലാം മാറുന്നു. അതിന്റെ ഫലമായി എന്തുണ്ടാകുന്നു? ആത്യന്തികമായി ആ വാക്യം ബോധിപ്പിച്ച ആ സ്വസ്വരൂപത്തെ സംബന്ധിച്ചുണ്ടായിരുന്ന അജ്ഞാനം മാറുന്നു. സംശയവിപര്യങ്ങളോടൊപ്പം അറിവില്ലായ്മ മാറുന്നു. ഏതൊരു തത്വമാണോ ഇവിടെ ശ്രുതി ബോധിപ്പിച്ചത്, ആ തത്വം ഇന്നതാണെന്ന് ഗ്രഹിക്കുന്നു, തന്നെ കുറിച്ച് ഗ്രഹിക്കുന്നു, സംശയരഹിതമായി ബോധിക്കുന്നു. ഇതല്ലാതെ ഇതൊക്കെ എവിടെ സംഭവിക്കുന്നു? എപ്പോഴാണ് ഒരാൾ കേൾക്കുന്നത്, എപ്പോഴാണ് ഒരാൾ ഇതിനെക്കുറിച്ച് മനനം ചെയ്യുന്നത്, അവിടെ സംഭവിക്കുന്നു. വേറൊരിടത്ത് ഇത് സംഭവിക്കാൻ ഒക്കത്തില്ല, ഉറക്കത്തിൽ സംഭവിക്കത്തില്ല. അവിടെ ഇതൊന്നുമില്ല. കേൾക്കുന്നിടത്ത്, വിചാരം ചെയ്യുന്നിടത്ത് സംഭവിക്കുന്നു. അപ്പോൾ സംശയരഹിതമായി ആ തത്വത്തെ ഗ്രഹിക്കുമ്പോൾ പറയുന്നു അത് ജ്ഞാനം, ആത്മബോധം. അങ്ങനെ ഗ്രഹിച്ച ഒരാളെ പറയുന്നു തത്വജ്ഞാനി എന്ന് പറയും. അപ്പൊ ഇതല്ലാതെ ഇവിടെ പറയുന്നത് ഈ ശ്രുതിവാക്യത്തെ അഭ്യസിക്കുക, ആവർത്തിക്കുക. ശ്രുതിവാക്യം അഹം ബ്രഹ്മാസ്മി എന്ന് കേട്ടു. അവിടെ താല്പര്യത്തെ ഗ്രഹിച്ചില്ല. എന്നാൽ സാമാന്യമായി ജ്ഞാനം ഉണ്ടാകാം. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് താൻ ബ്രഹ്മമാണെന്ന് പറയുകയാണ്. എന്നാൽ എന്താ ബ്രഹ്മം, എന്ത് ബ്രഹ്മം എന്നാ തന്നെ കുറിച്ച് പറയുന്നത്, ആരെ കുറിച്ചാണ് പറയുന്നത്? അത്തരത്തിലുള്ള ഒരു മനനം അവിടെ ഇല്ല, ഒരു ചിന്തയില്ല അവിടെ. കാരണം ഏത് ഭാഗത്താണോ അജ്ഞാനം അല്ലെങ്കിൽ സംശയം കടന്നുകൂടിയിരിക്കുന്നത് അവിടെ നിന്ന് അതിനെ ഇല്ലാതാക്കുന്നതിനുള്ള ചിന്തയില്ല. അതാണ് മനനം എന്ന് പറയുന്നത്. ശ്രവണമില്ല അവിടെ. ചിന്തിച്ചു, പിടികിട്ടുന്നില്ല എന്താ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞത് ഒരിക്കൽ കൂടി കേൾക്കേണ്ടി വരുന്നു. ഇപ്പൊ സ്പഷ്ടമായി. ഇത് രണ്ടാമത് കേൾക്കുന്നു തോന്നുന്നു. ഈ ഒരു പ്രക്രിയ അവിടെ ഇല്ല. മറിച്ച് എന്ത് ചെയ്യുന്നു? എന്താണോ തന്റെ കൈ കിട്ടിയത് അതിനെ മനസ്സുകൊണ്ട് ആവർത്തിക്കുന്നു, ഏകാഗ്രമായി ആവർത്തിക്കുന്നു. അതിനോട് പറയുന്നു പ്രത്യയസന്തതി എന്ന് പറയുന്നു ധ്യാനം. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ചിന്തിക്കുന്നവന് ധ്യാനിക്കാൻ ഒക്കത്തില്ല, ധ്യാനിക്കുന്നവന് ചിന്തിക്കാനും ഒക്കത്തില്ല. രണ്ടും ഒരുമിച്ച് നടക്കില്ല. കാരണം ധ്യാനത്തിൽ ഒന്നിനെ തന്നെ ആവർത്തിക്കണം, ഒരേ ഒരു കാര്യം. ഇപ്പം അഹം ബ്രഹ്മാസ്മി ആണെങ്കിൽ അത് തന്നെ ആവർത്തിക്കും. ഓം എന്നൊരു ഉപദേശം കൊടുക്കും, അത് ധ്യാനിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഓം അത് തന്നെ ആവർത്തിക്കണം. മനനം അങ്ങനെയുള്ള ഒരു ആവൃത്തിയില്ല. ആവർത്തിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേൾക്കുന്ന എന്തുകൊണ്ട്? ശ്രവണേന്ദ്രിയം, അതുകൊണ്ടാണ് കേൾക്കുന്നത്. ഈ ശബ്ദം എന്ന് പറയുന്നത് കേൾക്കുന്ന സമയത്ത് അത് ബാഹ്യമാണ്, പുറമേയുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. ഏതിനെ സംബന്ധിച്ചാലും ശരി, തത്വജ്ഞാനത്തെ സംബന്ധിച്ചാലും ശരി, ലൗകികമായ കാര്യങ്ങളെ സംബന്ധിച്ചാലും ശരി, ബാഹ്യമായ ശബ്ദമാണ് കേൾക്കുന്നത്. കാരണം നമുക്കങ്ങനെ അനുഭവപ്പെടുന്നു, ശബ്ദം ബാഹ്യമാണ്. ബാഹ്യമായ ശബ്ദത്തെ ഉള്ളിൽ മനസ്സ് ഗ്രഹിക്കുന്നു കേൾക്കുമ്പോൾ.
അതേ ശബ്ദം തന്നെ ഉള്ളിൽ അത് മാനസികമായി മാറുന്നു. മാനസിക ശബ്ദം, ബാഹ്യമായ ശബ്ദമല്ല. പിന്നെ അത് ഉള്ളിലാണ്, മനസ്സിലാണ് ആ ശബ്ദം. എന്നുവെച്ചാൽ ബാഹ്യമായ ശബ്ദത്തെ മനസ്സ് ഗ്രഹിക്കുമ്പോൾ പറയാത് മനോവൃത്തിയായി പരിണമിക്കുന്നു എന്ന് പറയും. ആ എന്നൊരു ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ഉടനെ ആ എന്നും ബോധമുണ്ടാകുന്നു. ബാഹ്യമായ ശബ്ദം ഉള്ളിൽ കയറുകയാണോ ചെയ്യുന്നുണ്ട്? ബാഹ്യമായ ശബ്ദം അവിടെ നശിച്ചു. മറിച്ച് ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ആ ശബ്ദത്തെ മനസ്സ് സ്വീകരിക്കുന്നു. മനസ്സ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മാനസിക വൃത്തിയായി. ബാഹ്യമായ ശബ്ദവൃത്തിയല്ല, ആന്തരികമായ മാനസിക വൃത്തി. അപ്പോൾ ഇതിന് ഭാവന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആന്തരികമായ മാനസിക വൃത്തിയെ ആവർത്തിക്കുക. അവിടെ എന്തെങ്കിലും ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ അത് ആവർത്തിക്കാൻ കഴിയത്തില്ല, മനസ്സ് തെറ്റിപ്പോകും. അതാണ് ഭാവന എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനനം ചെയ്യുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച്, ഈ ആത്മതത്വത്തെ തന്നെ. ഇവിടെ ഇപ്പോൾ പൂർവപക്ഷ സമാധാനം എന്നുള്ള രീതിയിൽ മനനം ചെയ്യുന്നു. ആ മനനത്തിൽ പല വിഷയങ്ങൾ വരും, ചർച്ച ചെയ്യും. ആത്മാവ്, അനാത്മാവ്, ഹേതു, സാധ്യം, പല വിഷയങ്ങളും അവിടെ വരുന്നു. അപ്പൊ അതൊരു നമുക്ക് പറയാം, അത് ഏകാഗ്രമായൊരു ചിന്തനം എന്ന് പറയാം. അതിന് ഏകാഗ്രത വേണം. ഏകാഗ്രമായൊരു ചിന്ത ആണത്. ഏകാഗ്രമായ ചിന്തയുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അതൊരു ധ്യാനമാണെന്ന് പറയാം. അവിടെ മനസ്സിൽ നാനാവൃത്തികളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും അത് ഏക വിഷയത്തെ സംബന്ധിച്ചുള്ളതാണ്. ഒരേ വിഷയത്തെ സംബന്ധിക്കുന്നുണ്ട്. ചോദ്യവും സമാധാനവും. അതുകൊണ്ട് അത് മനനവും നമുക്ക് പറയാം, അത് ധ്യാനമാണെന്ന് പറയാം. പക്ഷെ ഭാവന അങ്ങനെയല്ല. ഭാവന എന്ന് പറയുന്നത് ഒന്നിനെ തന്നെ ആവർത്തിക്കാൻ പറയുന്നു, മറ്റൊന്നിവിടെ കടന്നു വരാൻ പാടില്ല. എന്നാൽ ഭാവന പോയി. അഹം ബ്രഹ്മാസ്മിയാണെങ്കിൽ അത് തന്നെ, നമഃശിവായാണെങ്കിൽ അത് തന്നെ, ഓമാണെങ്കിൽ അത് തന്നെ. ഏതൊരു ശബ്ദവൃത്തിയാണോ ഉള്ളിൽ ഉണ്ടായത്, ഗുരു ഉപദേശിച്ചു, ശബ്ദത്തിന്റെ മാനസിക വൃത്തി, അതിനെ തന്നെ നിരന്തരം ആവർത്തിക്കുക. മറ്റൊന്ന് കടന്നു വന്നാൽ അതിന് ആവൃത്തി ഭംഗുരമാകുന്നു എന്ന് പറയുന്നു. ഭാവനയുടെ പ്രത്യേകത എന്താണ്? എന്താണോ ഭാവന ചെയ്യുന്നത് അത് ദൃഢമാകും. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ ശബ്ദാത്മക വൃത്തിയെ വളരെ ഏകാഗ്രമായി ഭാവന ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ബാക്കിയുള്ള എല്ലാ വൃത്തികളും, മനസ്സിന്റെ വൃത്തികളും പ്രവർത്തനങ്ങളും നിലയ്ക്കും. ആ ഒരു വൃത്തി മാത്രം നിൽക്കും. മറ്റു വൃത്തികളൊന്നുമില്ലാതെ മനസ്സ് ഒരു വൃത്തിയിൽ ദൃഢമായി കഴിഞ്ഞാൽ ആ ഭാവന, അതിന് പല നിലകളുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്ന അതിന്റെ പരിണിതമായ അവസ്ഥയാണ് പറയുന്നത് സമാധി എന്ന് പറയുന്നത്. അത് ഏത് ശബ്ദത്തിന്റെ ഭാവനയിലും സമാധി ഉണ്ടാകാം. അഹം ബ്രഹ്മാസ്മി തന്നെ വേണമെന്നില്ല. ആനയെന്നോ കുതിരയെന്നോ എന്ത് ഭാവന ചെയ്താലും നിരന്തരമായ ഭാവനയിൽ മറ്റു വൃത്തികൾ നിരോധിക്കപ്പെടുന്നുണ്ട് സമാധി എന്ന് പറയുന്ന അവസ്ഥയിലെത്തിച്ചേരും. പക്ഷെ ഈ സമാധിക്കൊരു കുഴപ്പമുണ്ട്. കാരണം
ഇതൊരു അഭ്യാസത്തിന്റെ പരിണാമമാണ്, വലിയ ഇച്ഛാശക്തിയുടെ പരിണാമമാണ്, ചിത്തപരിണാമമാണത്. ചിത്തത്തിനൊരു സ്വഭാവമുണ്ട്, എന്തൊക്കെ അത് പരിണമിച്ചാലും ശരി അതിന് സ്ഥായിയായിരിക്കാൻ പറ്റത്തില്ല, അത് സദാ പരിണാമിയാണ്. അതുകൊണ്ട് കുറച്ചു സമയം അതങ്ങനെ നിശ്ചലമായിരുന്നാലും വീണ്ടും അത് വിട്ടുപോകും, വീണ്ടും പഴയ രീതിയിലേക്ക് വരും. സുഷുപ്തി പോലെ ഇവിടെ ഇതെല്ലാം വിട്ടിട്ട് അവിടെ അവ്യാകൃതനായിരുന്നാലും വീണ്ടും ഇതെല്ലാം വീണ്ടും ആവർത്തിക്കുന്നു പഴയതുപോലെ. ഇപ്പൊ സമാധിക്ക് വരുന്ന ദോഷം ഇവിടെ പറയുന്നതാണ് ഭംഗുരം. അതിന് ഭംഗം വരുന്നു, സ്ഥായിയല്ല, അത് ക്രിയ അഭ്യാസം കൊണ്ടുണ്ടായതാണ്, മാനസികമായ അഭ്യാസം അല്ലെങ്കിൽ ക്രിയ അതിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് താത്കാലികമായി പ്രപഞ്ചവിസ്മൃതി ഉണ്ടാകാം, അല്ലെങ്കിൽ ഏതൊരു വിഷയത്തെയാണോ ധ്യാനിക്കുന്നത് ആ വിഷയത്തിന്റെ വ്യക്തതയുണ്ടാകാം, സംഭവിക്കാം. അല്ലെങ്കിൽ മനസ്സ് അങ്ങനെ ഏകാഗ്രമായി സഞ്ചരിക്കുമ്പോൾ മനസ്സിൽ പലതരത്തിലുള്ള അനുഭൂതികൾ പ്രകടമാകാം, ഇതൊക്കെ സംഭവിക്കാം. അവിടെ എന്തൊക്കെ സംഭവിച്ചാലും അത് സംഭവിക്കുന്നതെല്ലാം മനസ്സിന്റെ തലത്തിലാണ്, കാരണം അഭ്യാസങ്ങൾ മുഴുവൻ മനസ്സിലാണ്. അതുകൊണ്ട് ഇവിടെ അദ്വൈതികളുടെ പക്ഷം അത് പോരെന്നാണ്. അത് പോരാ എന്നാണ്. ഭാവന ക്ഷണഭംഗുരമാണ് പറയുന്നു. അനേക ജന്മങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് എത്ര ജന്മം എന്ന് പറയാൻ വയ്യ. അനാദിയായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖം ദുഃഖം ഇതെല്ലാം, ഈ അനുഭവങ്ങളെല്ലാം തത്വജ്ഞാനത്തിൽ ഒന്നും അല്ലാതായിത്തീരുന്നു. സ്വസ്വരൂപജ്ഞാനത്തിൽ പിന്നെ ഈ അനുഭവങ്ങൾക്കൊന്നും അവിടെ യാതൊരു നിലയുമില്ല. അനേക ജന്മങ്ങളിലായി ഈ ശരീരം അതിൽ സത്യബുദ്ധിയുണ്ട്, താൻ ഇതാണെന്ന് കരുതി വരുന്നു. പക്ഷെ ആത്മബോധത്തിൽ അത് ഇല്ലാതായി പോകുന്നു, സുഷുപ്തിയിൽ അതില്ലാതാക്കി പോകുന്നു. അതിന് ഇത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന ഒരു ഭാവന, അത് അഹം ബ്രഹ്മാസ്മിയോ തത്വമസിയോ എന്തോ ആയിക്കൊള്ളട്ടെ, ആ ഭാവന ഈ ഒരു ജന്മത്തിൽ ശ്രദ്ധിച്ചതല്ലേ. കുറെ ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ ശ്രദ്ധിച്ചായിരിക്കും. അത് സ്വാഭാവികമായിട്ട് നശിക്കുമല്ലോ. അനേക വർഷങ്ങൾ പരിചയമുള്ളത് പോലും നശിച്ചുപോയെങ്കിൽ ഇത് നശിക്കുമെന്നാണ്. അതുകൊണ്ട് ഭാവന അതിന്റെ പരിണാമമല്ല ഇവിടെ പറയുന്നു, അങ്ങനെ നശിക്കുന്ന ഒരു കാര്യമല്ല പറയുന്നു. ഇവിടെ പറയുന്ന തത്വജ്ഞാനം അങ്ങനെ അത് പ്രമാണജന്യമാണ്, ശബ്ദപ്രമാണജന്യമാണ്. ഈ ജ്ഞാനം നശിക്കത്തില്ലേ എന്നെങ്കിലും, ആ ജ്ഞാനം നശിക്കുമെന്നും പറയാം, നശിക്കില്ലെന്നും പറയാം, രണ്ടും പറയാം. എന്തുകൊണ്ട്? ആ ജ്ഞാനം എന്തിനു വേണ്ടിയായിരുന്നു? ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി. അജ്ഞാനത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നശിക്കാനൊന്നും ശേഷിക്കുന്നില്ല. വാസ്തവയോടെ നശിക്കാൻ ഒന്നേ ഉള്ളൂ, അജ്ഞാനം. അതാണ് മാറേണ്ടത്. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ നശിക്കാനെന്താ ശേഷിക്കുന്നു? അഹം ബ്രഹ്മാസ്മി, അതിന്റെ ഫലം എന്താ പറഞ്ഞത്? അഹം ബ്രഹ്മാസ്മിയുടെ ഫലം സമാധി എന്നല്ല പറഞ്ഞു. പിന്നെന്താ? സർവാത്മഭാവം. സർവാത്മഭാവത്തിൽ പിന്നെ നശിക്കാനൊന്നും ശേഷിക്കുന്നില്ല.
അതുകൊണ്ടിവിടെ സന്തതി മാത്രത്വേ കേവലം ഭാവനയിലൂടെയുള്ള സമാധി അത് എല്ലാം അതിൻ്റെതായ ഫലങ്ങളുണ്ടാവും. അതീന്ദ്രിയമോ ദിവ്യമോ അനുഭവീയവുമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഈ പറയുന്ന ഏകത്വബോധം അതുകൊണ്ട് ഉണ്ടാകത്തില്ല. കാരണം അതൊരു പ്രമാണമല്ല, ഭ്രമയ്ക്ക് കാരണമല്ല. അതെല്ലാം സഹായിക്കും, ഉപാസനയും മറ്റുമെല്ലാം സഹായിക്കും. എന്തിനാ? ഈ യോഗ്യത ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും. അതുകൊണ്ടാണ് അതിനെ നിഷേധിക്കാത്തത്, അസംബന്ധമാണെന്ന് പറയാത്തത്. അതുകൊണ്ട് അനിവർത്തകമൊന്നും സ്വീകരിക്കാൻ വയ്യ. ജ്ഞാനം അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നില്ല എന്ന് സ്വീകരിക്കാൻ വയ്യ. അത് നിവർത്തിപ്പിക്കുന്നുണ്ട്. അതിന് ആ ജ്ഞാനോപദേശം തന്നെ പ്രമാണം, അല്ലെങ്കിൽ ആ അനുഭവിക്കുന്ന ഒരു പ്രമാണം. തത്വജ്ഞൻ ആരാണോ ആ സർവാത്മഭാവത്തെ അനുഭവിക്കുന്നത് പ്രമാണം. ശരി, വ്യക്തിയുടെ അനുഭവത്തെ എങ്ങനെ എടുക്കാൻ പറ്റും? ശാസ്ത്രത്തെ തന്നെ എടുക്കുക, ശ്രുതിയെ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വ്യക്തിയുടെ അനുഭവം തന്നെയാണ് ശാസ്ത്രം, രണ്ടും രണ്ടല്ല. ശ്രുതി ശാസ്ത്രം എന്ന് പറയുന്നത് എന്താ? ഓരോരുത്തർ പറഞ്ഞതാണ്, അവരുടെ അനുഭവങ്ങളെ വെളിപ്പെടുത്തിയതാണ്. നിങ്ങൾ ശാസ്ത്രത്തെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന വാക്കും ശാസ്ത്രമാണ്, അതും സ്വീകരിക്കാൻ കഴിയാതെ വരും. എന്തുകൊണ്ട്? പറഞ്ഞുപോയാൽ അത് ശാസ്ത്രമായി. ശാസ്ത്രം വിദ്യാഹു, ഉപദേശിച്ചാൽ ആ ശബ്ദം അത് ശാസ്ത്രമായി. ശാസ്ത്രത്തെ സ്വീകരിക്കരുതെന്ന് പറയാൻ പറ്റും. സ്വീകരിക്കരുതെന്ന് പറയുന്നുണ്ട്, അത് അസത് ശാസ്ത്രത്തെ. ഇപ്പോൾ ഗുരു ഉപദേശ രൂപത്തിലുള്ള ശാസ്ത്രം സ്വീകരിച്ചേ പറ്റും. പിന്നെ പലരും അങ്ങനെ പറയും, ശാസ്ത്രം സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് അത് ബോധമില്ലാതെ പറയണമെങ്കിൽ എന്റെ താല്പര്യം എന്താണ്? മറ്റുള്ളവർ ഉപദേശിച്ചിട്ടുള്ളതൊന്നും കേൾക്കരുത്, ഞാൻ ഉപദേശിച്ച് കേൾക്കണം. അതുകൊണ്ടെന്താ ഗുണം? മറ്റുള്ളവർ ഉപദേശിച്ചതും താൻ ഉപദേശിച്ചതും കേട്ടിട്ട് ശ്രോതാവ് വിവേകമുള്ളവനാണെങ്കിൽ അവൻ തിരിച്ചറിയും ഏതാ ശരി ഏതാ തെറ്റെന്ന്. ഈ പറയുന്ന അബദ്ധമാണെന്നോ മനസ്സിലാക്കിയാൽ മറ്റുള്ളവർ പറഞ്ഞത് സ്വീകരിക്കും. അത് വരാതിരിക്കാൻ വേണ്ടി പറയും ശാസ്ത്രം കേൾക്കരുത്. എവിടെ ശാസ്ത്രം ശ്രവിക്കരുതെന്ന് പറയുന്നു അവിടെ സ്വാർത്ഥതയുണ്ട്, യാതൊരു സംശയവും. അവിടെ അജ്ഞതയുണ്ട്. അജ്ഞതയുള്ളതിനെ അത് പറയാൻ പറ്റും. കാരണം അയാളുടെ സ്വാർത്ഥത എന്താണ്? ഞാൻ പറയുന്നത് കേൾക്കണം, മറ്റുള്ളവർ പറയുന്നത് കേൾക്കരുത്. കേട്ടുകഴിഞ്ഞാൽ അവന്റെ വിവേകം ഉണരും. വിവേകം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ശരി സ്വീകരിക്കും, തെറ്റിനെ തള്ളിക്കളയും. അത് വരാൻ പാടില്ല. താൻ പറയുന്നതിന് ശരിയെന്ന് ധരിക്കണം. അതുകൊണ്ട് ശാസ്ത്രത്തെ സ്വീകരിച്ച് മതിയാവും. ശരിയെന്നാൽ ശാസ്ത്രത്തെ സ്വീകരിക്കാം. ഈ പറയുന്ന സർവാത്മഭാവവും മറ്റും ശാസ്ത്രം പറയുന്നുണ്ട്, അംഗീകരിക്കാം. പക്ഷെ അതിലൊന്നും ശാസ്ത്രത്തിന് താല്പര്യം ഇല്ലെങ്കിലോ, അതിന്റെ താല്പര്യം വേറെയാണെങ്കിലോ അതാണ് അടുത്ത് ചോദിക്കുന്നത്. അർത്ഥവാദ ഇരിച്ചേ പറയുന്നതൊക്കെ ശരി തന്നെ ശ്രുതി പറയുന്നുണ്ട്, പക്ഷെ ആ താല്പര്യത്തിലല്ല പറയുന്നത്. പലപ്പോഴും അങ്ങനെ ശബ്ദങ്ങൾ പ്രയോഗിക്കാറുണ്ടല്ലോ. ഒരു കുട്ടി വലിയ ശല്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അമ്മ പറയും നശിച്ചവൻ എന്ന് പറഞ്ഞാൽ അവൻ നശിക്കണമെന്നോ നശിച്ചു പോയനെന്നുള്ള അർത്ഥത്തിലല്ല, ദേഷ്യം പ്രകടിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. പറയുന്ന വാക്കിലാ താല്പര്യമില്ല. അമ്മ ഒരിക്കലും കുഞ്ഞ് നശിക്കണമെന്ന് ആഗ്രഹിക്കാറില്ല, എന്നാലും ആ വാക്ക് പ്രയോഗിക്കും. ഗതി പിടിക്കാത്ത എന്ന് പറയും. ഗതി പിടിക്കരുതെന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. സ്വന്തം ദേഷ്യത്തെ അല്ലെങ്കിൽ
ചിലപ്പോൾ ദേഷ്യത്തെ പ്രകടിപ്പിക്കും, സ്നേഹത്തെ പ്രകടിപ്പിക്കും, സഹതാപത്തെ പ്രകടിപ്പിക്കും. അതിനൊക്കെ ഓരോ വാക്കുകൾ പ്രയോഗിക്കും. അത് താല്പര്യമല്ല. അതുപോലെ ശ്രുതിയും ഇവിടെ സത്യജ്ഞാനമനന്തം തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ ചില ശബ്ദങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് ആ താല്പര്യത്തിനൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നതല്ല എന്റെ താല്പര്യം. പിന്നെന്താ? അത് വേദത്തിൽ ഒരുപാട് കർമ്മങ്ങൾ പറയുന്നുണ്ട്. ആ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ സർവശാസ്ത്രോപനിഷദം അർത്ഥവാദത്വ പ്രസംഗ. അവിടെ ഒരു വലിയ തകരാറ് വരും. എന്താണ്? ഈ പറയുന്ന ഉപനിഷത്ത് ഭാഗങ്ങൾ എല്ലാം താല്പര്യമില്ലാതെ പറഞ്ഞെന്ന് പറയേണ്ടി വരും. എന്നുവെച്ചാൽ ഒരാൾ പറയുന്ന എല്ലാ വാക്യങ്ങളെയും അർത്ഥവാദമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ ഒരാൾ പറയുന്ന സർവ്വവാക്യങ്ങളും കഴമ്പില്ലാത്തതാണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പിറകിലോട്ടും പോകേണ്ടി വരും. പൂർവ്വകാണ്ഡത്തിനും ചെല്ലും. അവിടെ പറയുന്ന അർത്ഥവാദമെന്ന് പറയേണ്ടി വരും. അപ്പൊ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ മുഴുവൻ, ഋഷിമാരുടെ ഉപദേശം മുഴുവൻ താല്പര്യമില്ലാതെ പറഞ്ഞത്. പിന്നെ ആര് പറയുന്നല്ല താല്പര്യമുള്ളത്? ഋഷിമാരുടെ ഉപദേശത്തിൽ താല്പര്യമില്ലെങ്കിൽ കേൾക്കുന്നതും പറയുന്നതിന് വല്ല താല്പര്യമുണ്ടോ? അത് അന്ധതയിലേക്ക് പോകും. സർവശാഖോപനിഷദാം അർത്ഥവാദത്വ പ്രസംഗ ഏതാവൻ മാത്ര അർത്ഥേന പക്ഷീണ ഹി സർവശാഖ സർവശ. ഉപനിഷത്തുകൾ എവിടെ പരിശോധിച്ചാൽ ആത്യന്തികമായി അതിൻ്റെയൊക്കെ താല്പര്യം ഒരേ ഒരു കാര്യം പറയാൻ തന്നെയാണ്. ഒരാൾ ഒരേ ഒരു കാര്യത്തെ ആവർത്തിച്ച് പറയുമ്പോൾ അയാൾക്കതിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ താല്പര്യം എവിടെ? മറ്റൊന്നും പറയുന്നില്ല. ഒരു വ്യക്തി സംസാരിക്കുന്നു, ആ സംസാരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കുന്നു, ഒരേ ഒരു വിഷയത്തെ ആവർത്തിക്കുന്നു, പറയുന്നു അയാൾക്ക് അതിൽ താല്പര്യമില്ല. പിന്നെന്താ അയാളുടെ താല്പര്യം? മനസ്സിലാക്കാൻ വേറെ വഴിയില്ലല്ലോ, വേറൊന്നും അയാൾ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഏതാവൻ മാത്ര അർത്ഥത്വം ഉപക്ഷീണ, ഈ ഒരർത്ഥത്തെ തന്നെ താല്പര്യപൂർവ്വം ശ്രുതി ബോധിപ്പിക്കുന്നുണ്ട്. ശ്രുതിയുടെ താല്പര്യം തന്നെയാണ്, മറ്റൊന്നും നോക്കാൻ വഴിയില്ല, ഉണ്ടെന്ന് യുക്തിക്ക് നിരക്കത്തില്ല. പ്രത്യക്ഷ പ്രമിതാത്മവിഷയത്വ അസ്ഥിയേവേദിച്ച് ശരി എന്നാൽ ഇതിന്റെ താല്പര്യത്തെ എടുക്കാം. എന്നാലും ഇവിടെ ചോദ്യം ചോദിക്കുന്നതാണ് വിടാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ ശ്രുതി പറയുന്ന ആത്മാവിനെ കുറിച്ചാണ്. ആത്മാവിനെ ശ്രുതി ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ആത്മാവാരാണ്? താൻ തന്നെ. കേൾക്കുന്നവൻ തന്നെയാണ് ആത്മാവ്, അല്ല വേറെ ആരുമല്ലല്ലോ. തന്നെ അറിയാത്ത ആരുമില്ല. പ്രത്യക്ഷപ്രമിത ആത്മവിഷയത്വ. ഓരോരുത്തരും അവരവരെ സ്വയം അറിയുന്നുണ്ട്. എല്ലാവരും തന്റെ സ്വരൂപത്തെ അറിയുന്നുണ്ട്. പിന്നെ അതിന് ഇത്രയും താല്പര്യപൂർവ്വം എന്തിനാ ശ്രുതി ബോധിപ്പിക്കുന്നത്? അങ്ങനെ ബോധിപ്പിക്കുകയാണെങ്കിൽ ഇവൻ അറിഞ്ഞതിനെ ബോധിപ്പിക്കുന്നു എന്ന് പറയും. പക്ഷെ ശ്രുതിയെക്കുറിച്ച് അതല്ല പറയുന്നത്. അനധികതവും അബാധിതവുമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ ശ്രുതിവാക്യങ്ങളെന്ന് എന്നുവെച്ചാൽ അവൻ മറ്റു പ്രമാണങ്ങളിലൂടെ അറിയാത്തതും അറിഞ്ഞു കഴിഞ്ഞാൽ തിരുത്തേണ്ടി വരാത്തതുമായ അറിവിനെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ. ഇതാണ് ശ്രുതിയുടെ നിർവചനം. ഇവിടെ ഇപ്പോൾ തന്നെ എല്ലാവരും അറിയുന്നുണ്ട്. എല്ലാവർക്കും അവരവരറിയാം, സ്വസ്വരൂപത്തെ അറിയാം. അതറിവാണ്, ബോധമാണ്, അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കറിയാൻ വയ്യാത്ത. പിന്നെ അതിനെന്തിന് ശ്രുതി ബോധിപ്പിക്കണം? അറിഞ്ഞതിനെ ബോധിപ്പിക്കുകയാണെങ്കിൽ അത് ശ്രുതിയല്ല, വേദത്തിന്റെ വേദത്വം നഷ്ടപ്പെടും. അല്ല, അദ്വൈതി പറയുന്നു അങ്ങനെയല്ല. അങ്ങനെ സ്വരൂപത്തെ ബോധിക്കുന്നുണ്ടെങ്കിലും ശ്രുതി ബോധിപ്പിക്കുന്ന എങ്ങനെ? തസ്സൃഷ്ട്വ തദേവാനുപ്രാവിശത് എന്നാണ്. അതൊരു ഏകത്വത്തെ ബോധിപ്പിക്കുന്നുണ്ട്.
ശരിയാണ്, താൻ തന്നെ അറിയുന്നുണ്ട്. പക്ഷെ അത് ഏതൊരുവനാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അവനെയാണ് താൻ അറിയുന്നത് എന്ന് പ്രത്യക്ഷമായി അറിയാൻ വയ്യ. അതിന് ശ്രുതിയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലോ, അഹം ബ്രഹ്മാസ്മി തത്വമസി തുടങ്ങിയ ശ്രുതികൾ ഏകത്വത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലോ, പൂർവക്ഷി പറയുന്നു അതും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു ഏകത്വത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ താനിപ്പോൾ സഹജമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് വിരുദ്ധമായ ഒരു കാര്യത്തെയാണ് ബോധിപ്പിക്കുന്നത്. സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വസ്വരൂപത്തെ മറ്റൊന്നിന്റെയും സഹായമില്ലാതെ അറിഞ്ഞുകൊണ്ടിരിക്കെ ശ്രുതി വന്നിട്ട് അതിന് വിരുദ്ധമായിട്ട് ഒന്നിനെ ബോധിപ്പിക്കുകയാണ്, ഏകത്വത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ അതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? തന്റെ അറിവിന് വിരുദ്ധമായത് എങ്ങനെ സ്വീകരിക്കും എന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രത്യക്ഷ പ്രമിതാത്മവിഷയത്വ അസ്ഥിയേവ. അതുകൊണ്ട് ഈ ശ്രുതി പറയുന്ന ഏകാത്മബോധം വെറും അർത്ഥവാദമാണ്. ഏതു തരത്തിൽ ചിന്തിച്ചാലും ഇതാണ് പൂർവപക്ഷത്തിന്റെ താല്പര്യം. ഇത് ചെയ്യുന്ന അത് ശരിയല്ല. ഉക്തപരിഹാരത്വ ഇതിനുള്ള പരിഹാരമൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ചോദ്യം കേട്ടപ്പോൾ എന്തോ വലിയ കാര്യമെന്ന് നമുക്ക് തോന്നി. മുമ്പ് കേട്ടൊക്കെ മറന്നുപോയതുകൊണ്ട്. ഭാഷ്യകാരൻ പറയുന്നു, ഇതിനെല്ലാം ഞാൻ സമാനം പറഞ്ഞു. എന്താ സമാനം പറഞ്ഞത്? ഏകത്വത്തെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അത് വിരോധമാവും, സ്വാനുഭവത്തിന് വിരോധമാവും. അതിന് പരിഹാരം പറഞ്ഞു. എന്താണ്? ഒരു കാര്യം ശരിയാണ്, സ്വസ്വരൂപം സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഒരു ജീവൻ തന്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നത് ഈ പറയുന്ന നിരപേക്ഷമായ സ്വരൂപത്തെയാണോ? അല്ല. ഈ പ്രമാതാവിനെ, ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനെയാണ് ഗ്രഹിക്കുന്നത്, അറിയുന്നവനായ എന്നെ. എന്തുകൊണ്ട്? എന്നെ ഞാൻ എങ്ങനെ അറിയുന്നത്? കണ്ണുകൊണ്ട് കണ്ടാണോ അറിയുന്നത്? ചെവി കൊണ്ട് കേട്ടാണോ അറിയുന്നത്? ഒന്നുമല്ല. എന്നെ ഞാൻ എങ്ങനെ അറിയുന്നു? ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്നെ അറിയാൻ, അഹംബുദ്ധി. അഹംബുദ്ധി ഗമ്യമാണ് താൻ. അഹം എന്ന് പറയുന്ന ഒരു ബോധത്തിലൂടെയാണ് തന്നെ അറിയുന്നത്. അഹം എന്ന ബോധത്തിലൂടെ അറിയുന്ന താൻ, ആ താൻ കാണുന്നവനായും കേൾക്കുന്നവനായും മണക്കുന്നവനായും ഈ രുചിക്കുന്നവനുമായൊക്കെ ഇരിക്കുന്ന ഞാനാണ്. മന്ദാവായും വിജ്ഞാതാവുമായിരിക്കുന്ന ഞാനാണ്. ഇതാണോ പാരമാർത്ഥികമായ രൂപം എന്ന് പറയാൻ വയ്യ. കാരണം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഞാൻ കേൾക്കുന്നവനായിരിക്കുന്നു, അടുത്ത നിമിഷം പറയുന്നവനായിരിക്കുന്നു, ഇനി ഇതെല്ലാം വിട്ടിട്ട് ഒന്നും അറിയാത്തവനായിരിക്കുന്നു സുഷുപ്തിയിൽ, ഇനി വേറൊന്നറിയുന്നവനാ മാറുന്ന സ്വപ്നത്തിൽ. അപ്പൊ അഹംബുദ്ധി ഗമ്യമായിരിക്കുന്ന ഈ പ്രമാതാവ് സ്ഥായിയല്ല. ശബ്ദത്തെ ഗ്രഹിക്കുന്ന, രൂപത്തെ ഗ്രഹിക്കുന്നില്ല. അത് അനുഭവിക്കുന്നു, പിന്നീട് സ്മരിക്കുന്നു, പല ഭാവത്തിലിരിക്കുന്നു. മന്ദാവ്, വിജ്ഞാതാവ്, ഇങ്ങനെ പല ഭാവത്തിൽ മാറി 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 കൊണ്ടിരിക്കുന്നു. പക്ഷെ ശ്രുതി ബോധിപ്പിക്കുന്നത് എന്താണോ? ആ സ്വരൂപം അത് ഏകരൂപമാണ്, സദാ ഏകരസമാണ്, ഏക സ്വഭാവമാണ്. ഇവിടെ അങ്ങനെയല്ല. സ്വാനുഭവം അങ്ങനെയല്ല, അത് ഏകമാണ്. അപ്പൊ അഹംബുദ്ധി ഗമ്യമായ ഈ പ്രമാതാവിനും അപ്പുറം ഉള്ള തന്റെ വാസ്തവ സ്വരൂപത്തെ ശ്രുതി ബോധിപ്പിക്കുന്നു. പക്ഷെ അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ അത് ഇതുമായിട്ട് വിരോധം വരുന്നുണ്ടല്ലോ. വിരോധം വരുന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിക്കളയുക, വേറെ വഴിയില്ല. ശരിയും തെറ്റും തമ്മിൽ വിരോധം വന്നാൽ എന്ത് ചെയ്യേണ്ടി വരും?
വിരോധമുണ്ട്, അതുകൊണ്ട് ഞാൻ രണ്ടിനെയും സ്വീകരിക്കുന്നില്ലെന്ന് പറയാൻ പറ്റും? അത് പറ്റത്തില്ലല്ലോ. വിശപ്പ്, തൃപ്തി പരസ്പര വിരോധമുള്ള കാര്യങ്ങളാണ്. വിരോധമുള്ളതുകൊണ്ട് ഇത് രണ്ടിനെയും ഞാൻ ഉപേക്ഷിക്കുന്നു, അങ്ങനെയാണോ ചെയ്യുന്നതല്ല. വിരോധം വന്നു കഴിഞ്ഞാൽ സ്വീകാര്യമായതിനെ സ്വീകരിക്കും, അസ്വീകാര്യമായതിനെ തള്ളിക്കളയും. അപ്പോൾ അഹംബുദ്ധിഗമ്യമായ ഈ പ്രമാതാവാണ് സ്വസ്വരൂപം എന്ന് ഗ്രഹിക്കുന്നിടത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, ഒരുപാട് തകരാറുകൾ കാണുന്നു. എപ്പോ ശ്രുതി പറയുന്ന ഉപദേശത്തെ ഗ്രഹിക്കുന്നു, അത് പറയുന്ന എന്താണ്? സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, അത് നിത്യമാണ്, സർവഗതമാണ്, സർവവ്യാപിയാണ്, ഏകമാണ്, സർവസ്വരൂപമാണ് എന്ന് പറയുമ്പോൾ ഈ അഹംബുദ്ധിഗമ്യമായ ഈ അറിവിനെ ഉപേക്ഷിക്കേണ്ടി വരും. അതെന്താ അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വരുന്നു? കാരണം ശ്രുതി പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ഈ ബോധം അഹംബുദ്ധിഗമ്യമായ ഈ അറിവ് തുടരുന്നത് ആ പരമാർത്ഥത്തെ ബോധിക്കാത്തതുകൊണ്ടാണ്. അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഈ അറിവ് അജ്ഞാനജന്യമാണ്. അപ്പോൾ ഈ അറിവിന് ഹേതുവായിരിക്കുന്ന അജ്ഞാനത്തെ ആ ഏകത്വത്തെ ബോധിപ്പിക്കുന്ന അറിവില്ലാതാക്കുന്നു. പിന്നെ ഇതവിടെ നിലനിൽക്കത്തില്ലല്ലോ. ഇതാണ് ഉക്തപരിഹാരം, സ്വാനുഭവസിദ്ധം. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം അനുഭവം തന്നെ, അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ അനുഭവത്തിന് വിരോധം പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ നോക്കണം ഏതാണ് പ്രബലമായിരിക്കുന്നത്. രജ്ജുവിൽ സർപ്പജ്ഞാനം ഉണ്ടായി, അത് അനുഭവമാണ്. പക്ഷെ അതിന് ബലം ഏതുവരെയുള്ളൂ? രജ്ഞാനം ഉണ്ടാകുന്നത് വരെ. രജ്ഞാനം ഉണ്ടാകുമ്പോൾ അതിനായി ബലം, പിന്നെ സർപ്പജ്ഞാനം പോയേ പറ്റൂ. അപ്പോൾ തിരിച്ചറിയുന്നു എന്താണ്? പ്രബലമായ വാസ്തവജ്ഞാനം വരുമ്പോൾ തിരിച്ചറിയുന്നു മറ്റതൊരു ഭ്രാന്തിയാണ്. അതുപോലെ ഈ അഹമനുഭവം തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യക്ഷ സിദ്ധമാണത്. പക്ഷേ ശ്രുതി ബോധിപ്പിക്കുന്ന ആ ബോധം പറയുന്നു ഇത് പരമാർത്ഥമല്ല, അജ്ഞാന കാര്യമാണ്. ആ ബോധത്തിൽ പിന്നെ അജ്ഞാനവും അതിന്റെ കാര്യവുമില്ല. ഇതാണ് എന്താ പറഞ്ഞു യുക്തപരിഹാരത്വ. അവിദ്യ ശോക മോഹ ഭയാദി ദോഷ നിവൃത്തേ പ്രത്യക്ഷത്വാദിച്ച ഉക്ത പരിഹാര. പറഞ്ഞു ഇത് പരസ്പരം വിരുദ്ധമാണ് ശ്രുതി പറയുന്നത്. ഇവിടെ ശ്രുതിയെ തള്ളിക്കളയണമെന്നുള്ളതല്ല. ശ്രുതി പറയുന്ന കാര്യം അതിന് ബലമുണ്ടെന്നുകൊണ്ട് അത് അനുഭവമാണ്. സർപ്പജ്ഞാനം പോയി അവിടെ രജ്ജുജ്ഞാനം വന്നു, അതിന് ബലമുണ്ടെന്നുകൊണ്ട് അതിനു മുമ്പുണ്ടായിരുന്ന ദുർബലമായ ക്ഷണികമായ അനുഭവത്തെ അതില്ലാതാക്കി. അത് കാണുന്നവന്റെ അനുഭവമാണ്. മറ്റു സത്യമെന്ന് വിശ്വസിച്ചെങ്കിലും ഈ പ്രബലമായ അനുഭവം അതിനെ മാറ്റിക്കളഞ്ഞു. അതുപോലെ ഇവിടെ എന്താണ്? അജ്ഞാനം, പിന്നെ ശോകമോഹ ഭയാദി ദോഷങ്ങൾ, ഇതെല്ലാം നിവർത്തിക്കുന്നു. എങ്ങനെ? ഈ ഏകത്വബോധത്തിൽ അവൻ ഗ്രഹിക്കുന്നു തന്നിലിതൊന്നുമില്ല, താൻ ഈ ദോഷങ്ങളോടുകൂടിയിരിക്കുന്നവനല്ല, അജ്ഞാന ശോകമായ മോഹഭയ ദോഷങ്ങളോടുകൂടിയവനല്ല എന്നവൻ ബോധിക്കുന്നു. അതാണ് ശ്രുതി അവനെ ബോധിപ്പിക്കുന്നത്. അതാണ് അവൻ പരമാർത്ഥമായി ബോധിക്കുന്നത്. പ്രത്യക്ഷത്വ ബോധിക്കുക എന്ന് പറഞ്ഞാൽ അത് അറിവാണ്, അനുഭവമാണ്. അറിവെന്ന് പറഞ്ഞാൽ അതാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. ഉക്തഃ പരിഹാര. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം സമാധാനം പറഞ്ഞതാണ്. തസ്മാ, അതുകൊണ്ട് ആവശ്യമില്ലാത്ത തർക്കങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് പറയാൻ വേണ്ടി പറയുന്നതല്ല. ഇത് ഇത്രയും വർണ്ണിക്കുന്നത് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ സമാധാനം പറഞ്ഞല്ലേ പറ്റൂ.
പൂർവക്ഷിയുടെ ചോദ്യങ്ങളെ ഭാഷകാരൻ സ്വന്തം മനസ്സിൽ കണ്ടുകൊണ്ട് സമാധാനം പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം ഉയർന്നില്ലെങ്കിൽ അവിടെ സമാധാനത്തിന്റെ ആവശ്യമില്ല. യോ അന്ത്യ സന്തതോ അസന്തതശ്ചേത്തി അചോദ്യമേത്. ഇവിടെ നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുന്നു. ഈ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ഇവിടെ ഒന്നേ ഉള്ള കാര്യം എന്താണോ? ജ്ഞാനം അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നു. അത് ജ്ഞാനം നീണ്ടതാണോ കുറുകിയതാണോ, ഒന്നാണോ രണ്ടാണോ, ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. വെളിച്ചം ഇരുളിനെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വെളിച്ചമാണോ ചെറിയ വെളിച്ചമാണോ, എത്ര മിനിറ്റ് വേണം വെളിച്ചത്തിന് ഇരുളിനെ നശിപ്പിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അതിൽ ചോദിക്കുന്നതിൽ എന്താ കഴമ്പുള്ളത്? അവിടെ നിന്ന് മനസ്സിലാക്കാൻ ഒന്നല്ലേ ഉള്ളൂ. ഇരുളിന് വിരോധിയാണ് വെളിച്ചം. അത് വന്നാൽ ഇരുള് നശിക്കും. ഇതിനപ്പുറം വേറെ എന്തെങ്കിലും അതിനെക്കുറിച്ച് ചോദിക്കുന്നതിലോ ചർച്ച ചെയ്യുന്നതിലോ സമയം കളയാവുന്നേ ഉള്ളൂ. തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഭാവനയും ധ്യാനവും സമാധിയും അങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊക്കെ സമയം കളയാനേ ഉള്ളൂ. മനസ്സിലാക്കേണ്ടത് മാത്രമാണ്. അവിദ്യാദി ദോഷ നിവൃത്തി ഫലാവസാനത്വാ വിദ്യായ. വിദ്യ എന്ന് പറയുന്നത് അവിദ്യാദി ദോഷങ്ങളെ ഇല്ലാതാക്കുന്നു. ഇത് മനസ്സിലാക്കിയാൽ മതി. ഇത് മറ്റൊന്നും ചോദിക്കണ്ട. കാരണം അതിന്റെ സ്വരൂപം ഏകമാണ്. ഒരു രൂപമേ ഉള്ളൂ. അതിന് പല രൂപങ്ങളില്ല. വെളിച്ചം ഏകരൂപമാണ്. വെളിച്ചത്തിന് അഗ്നിയുടെ ജലത്തിന്റെയോ വായുവിന്റെയോ ആകാശത്തിന്റെയോ ഒന്നും രൂപമില്ല. അത് ഏകരൂപമാണ്. പിന്നെ അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങളെന്തിനാ? ഏവ വിദ്യാദി ദോഷ നിവൃത്തി ഫല പ്രത്യേക ആദ്യോ അന്ത്യ സന്തതോ അസന്തതോ സൈവ വിദ്യ. അതിനെക്കുറിച്ച് നിങ്ങളിനി എന്തൊക്കെ സങ്കല്പിച്ച് ചോദിച്ചാലും ശരി, വെളിച്ചം വന്നു. ആ വെളിച്ചം ഇരുളിനെ നശിപ്പിച്ചത് ആദ്യ ക്ഷണത്തിലെ വെളിച്ചമാണോ? അത് വെളിച്ചം അവിടെ 1 മണിക്കൂറുണ്ടായിരുന്നു, അതെല്ലാം കൂടെ ചേർന്നിട്ടാണോ? അതേ അവസാനത്തെ ആ വെളിച്ചമാണോ? ഏതായിരുന്നു നശിപ്പിച്ചത്? ഇങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ? വെളിച്ചം വന്നു ഇരുളില്ല. ആദ്യം മധ്യം അവസാനം നീണ്ട വെളിച്ചം. ഇത്തരം ചോദ്യങ്ങളൊക്കെ അസംബന്ധങ്ങളാണ്. സൈവ അവിദ്യാദി ദോഷ നിവൃത്തി ഫലപ്രതി ആദ്യോ അന്ത്യോ സന്തതോ അസന്തതോ വാ സൈവ വിദ്യ. അത് വെളിച്ചമാണ്. ഇത്യഭ്യൂമാൻ ന ചോദ്യസ്യ അവതാരഗന്ധോപ്യസ്തി. നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ഒരു കഴമ്പുമില്ല. കഴമ്പില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന് മറുപടി പറയണമെന്ന് പറഞ്ഞാൽ വെറുതെ സമയം കളയേണ്ടി വരും. എന്നർത്ഥം. അതുകൊണ്ട് ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, അജ്ഞാന കാര്യങ്ങളെ നശിപ്പിക്കുന്നു. ഇത്രയും മനസ്സിലാക്കിയാണ്. അടുത്ത് വീണ്ടും യുക്തം വിപരീതപ്പെടുത്തിയ കാര്യോശ്ച ദർശനാത്. മുമ്പൊരു ചോദ്യം ചോദിച്ചു. ഏവം ദർഹി വിദ്യാ പ്രത്യയ സന്തത് അഭാവ തദ്വിപരീതപ്പെടുത്തിയ കാര്യോശ്ച ദർശനാത്. അതാണ് ചോദ്യം. ഇത് തന്നെയാണ് ചോദ്യം. വിദ്യാപ്രത്യ സന്തത്യഭാവ. അതാണ് യത്വക്തം എന്ന് പറയുന്നത്. മുമ്പൊരു ചോദ്യം ചോദിച്ചല്ലോ. വിപരീത പ്രത്യേക കാര്യസ്ഥ ദർശന. ശരി, നിങ്ങളീ പറയുന്നു. ഇവിടെ ചോദ്യവും ഉത്തരവും ലൗകിക ദൃഷ്ടിയിലെന്ന് പറയാം. നേരത്തെ ഭാഷ്യകാരൻ പറഞ്ഞിരുന്നു. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഈ തത്വത്തെ ഗ്രഹിച്ചവനെ സംബന്ധിച്ചിടത്തോളം
തനിക്ക് വേണ്ടി ഒരു ചോദ്യമോ തനിക്ക് വേണ്ടി ഒരു സമാധാനമോ ഇല്ല. അതാണ് തത്വജ്ഞാനത്തിന്റെ അടയാളം. പരമാർത്ഥത്തെ ബോധിച്ചിരിക്കും. പക്ഷേ ചോദ്യങ്ങളും ഉത്തരങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പറയേണ്ടി വരുന്നു. തത്വജ്ഞനല്ലാത്തവന് വേണ്ടി, അജ്ഞന് വേണ്ടി പറയേണ്ടി വരും. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. തത്വജ്ഞനിൽ പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റുള്ളവൻ തത്വജ്ഞനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. സാധാരണ ലോകത്തിൽ കാണുന്ന പോലെ ഒരു മഹാത്മാവിനെ കണ്ടിട്ട് ചിലർ സ്തുതിച്ച് പറയും, ചിലർ നിന്ദിച്ച് പറയും, ചിലർ അധിക്ഷേപിക്കും, ചിലർ പൂജിക്കും. ലോകത്തിൽ കാണുന്ന സംഭവമാണ്. ചിലർ സജ്ജനമെന്ന് പറയും, ചിലർ അസജ്ജനമെന്ന് പറയും, ശിഷ്ടനെന്നും ദുഷ്ടനെന്നും പറയും. ഇത് ലോകസാധാരണമായ കാര്യമാണ്. എന്തുകൊണ്ട്? ലോക സ്വഭാവം വിചിത്രമായതുകൊണ്ട് തത്വജ്ഞനെ സംബന്ധിച്ചും വിചിത്രമായ അനുഭവങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഉണ്ടാവും. ബാഹ്യമായി എങ്ങനെയാണ് സംഭവിക്കുന്നത് അതുപോലെ ആന്തരികമായ തത്വജ്ഞാനത്തിന്റെ നിലയെക്കുറിച്ച് തത്വജ്ഞൻ വിശദീകരിക്കുമ്പോൾ അതിൻ്റെതാണ്. തനിക്ക് അക്കാര്യത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. ഇതിനെക്കുറിച്ച് താൻ നിത്യമുക്തമായ ആത്മസ്വരൂപമാണ്. അക്കാര്യത്തിലൊരു സംശയവുമില്ല. തന്നിൽ 3 കാലത്തിലും അജ്ഞാനം ബാധിച്ചിട്ടില്ല. എനിക്ക് മുക്തന്റെ എപ്പോഴും അജ്ഞാനം വരുന്നു, അത് സംഭവിച്ചിട്ടില്ല. തനിക്ക് അന്യമായൊന്നുമില്ല. ജഗത് നാമരൂപാത്മകമായ പ്രപഞ്ചമൊന്നും തന്നിൽ നിന്ന് അന്യമല്ല. ആത്മൈവാഭൂത് വിജാനതഃ, സർവവും ആത്മാവായി തന്നെ തീർന്നു. അങ്ങനെ ഒരു ബോധമുള്ളവൻ എന്താ സംശയം? ആത്മാവിനെ കുറിച്ചോ അനാത്മാവിനെ കുറിച്ചോ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഈ കാര്യം ഒരു ജിജ്ഞാസുവിനോട് പറയുമ്പോൾ ആ ജിജ്ഞാസു ഒരു അജ്ഞനെന്നുള്ളതാണെങ്കിൽ ചോദ്യം ചോദിക്കും. അപ്പോൾ തത്വജ്ഞൻ പറയുകയാണ്, എന്നിൽ ചോദ്യമില്ല, സമാധാനവുമില്ല എന്ന് പറഞ്ഞാൽ അത് പരിഹാരമാവില്ല. ജിജ്ഞാസ എന്തുകൊണ്ട് ചോദിക്കുന്നു? അവൻ ഈ തത്വജ്ഞന്റെ നിലയെ അറിഞ്ഞ് അവിടെ എത്തിച്ചേർന്നു. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ സമാധാനം, മറുപടി ആ ജിജ്ഞാസുവിന് സമാധാനം ഉണ്ടാക്കത്തക്ക രീതിയിലായിരിക്കും. അപ്പോൾ ആ മറുപടി പൂർണ്ണമായും തത്വജ്ഞന്റെ നിലയെ തത്വജ്ഞൻ എങ്ങനെയാണോ അറിയുന്നത് ആ രീതിയിൽ വെളിപ്പെടുത്താനായിരിക്കണമെന്നില്ല. അങ്ങനെ വെളിപ്പെടുത്തി അവന് മനസ്സിലാക്കില്ല. പറഞ്ഞ് തത്വജ്ഞന്റെ നിലയെ ഒരു ജിജ്ഞാസുവിന്റെ ബുദ്ധിക്കനുസരിച്ച് എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും, അതിനനുസരിച്ച് അത്രമാത്രം. ഒരിക്കലും പൂർണ്ണതയെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല. അവിടെ ദ്വൈതമില്ല. ആരെ പ്രകാശിപ്പിക്കും? ചോദ്യോത്തരങ്ങൾ ദ്വൈതമുള്ളിടത്താണ്, അത് അജ്ഞനിലാണ്. അതുകൊണ്ട് അവന് മനസ്സിലാക്കത്തക്ക രീതിയിൽ പറയണം. ഇവിടെ ചോദിക്കുന്നു, ശരി, അങ്ങ് തത്വജ്ഞനാണ് സംബന്ധിച്ച്, പക്ഷെ അങ്ങ് വ്യവഹാരം ചെയ്യിക്കുന്നുണ്ടല്ലോ എന്നെപ്പോലെ, അജ്ഞനെപ്പോലെ ഇഷ്ടാനിഷ്ടങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. ജിജ്ഞാസുതന്റെ യുക്തി കൊണ്ട് തത്വജ്ഞന്റെ അനുഭവത്തെ നിഷേധിക്കും. ഞാൻ ഏകമാണ്, അദ്വൈതനാണ്, പരിപൂർണനാണ് എന്ന് പറഞ്ഞാൽ ദ്വൈതരഹിതനാണ്, സർവാത്മനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജിജ്ഞാസ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ താൻ എന്തുകൊണ്ട് എന്നെ ശിഷ്യനായി സ്വീകരിച്ചിരിക്കുന്നു? എന്തുകൊണ്ട് എനിക്ക് ഉപദേശം തരുന്നു? കാരണം അവിടെ രണ്ടാമൊരുത്തനില്ലല്ലോ, താനല്ലേ സർവവും. ഇവിടെ ബന്ധനം ആർക്കാണ്? സർവവും താനാണെങ്കിൽ
സർവാത്മസ്വരൂപമാണെങ്കിൽ ആർക്ക് ബന്ധം, ആർക്ക് മോക്ഷം, എന്തിനു വേണ്ടി ഉപദേശം കൊടുക്കുന്നു, ഇതെല്ലാം ഈ പറയുന്ന സ്വസിദ്ധാന്തത്തിനെതിരായി വരില്ലേ? സർവാത്മാവാണെങ്കിൽ അവിടെ ഗുരു ശിഷ്യനും വരത്തില്ലല്ലോ. അപ്പോൾ ജിജ്ഞാസ സ്വാഭാവികമായിട്ടും പറയാം, അങ്ങ് പറയുന്ന തത്വത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് അങ്ങ് പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല, വിപരീത പ്രത്യയം കാണുന്നുണ്ട്. ഈ ശരീരത്തെ ആശ്രയിച്ചാണല്ലോ അങ്ങ് വിവരിക്കുന്നത്. ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെ, ഈ ശരീരത്തിൽ മമതയുണ്ട്, അഹന്തയുണ്ട്. ഈ ശരീരത്തിൽ അഹന്തയുള്ളതുകൊണ്ടാണല്ലോ പറയുന്നത് എനിക്ക് വിശക്കുന്നു, ഭക്ഷണം കൊണ്ടുപോവാ. ശിഷ്യനോട് പറയും, ആത്മാവിന് വിശക്കുമില്ലല്ലോ, ആത്മാവിന് എന്തിനാ ഭക്ഷണം? അപ്പൊ വിശപ്പും ദാഹവുമൊക്കെ ഈ പ്രാണ ജഡസംഘാതത്തിലാണ്. ആ സംഘാതത്തോട് താതാമ്യപ്പെട്ടിട്ടാണ് പറയുന്നത് എനിക്ക് വിശക്കുന്നു, ഭക്ഷണം വേണം. അവിടെ അങ്ങ് പറയുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. അത് കാണുന്നുണ്ട്. ശരീര താതാത്മ്യം, ശരീരത്തിൽ അഹംബുദ്ധി, ശൗചം, ആചമനം, വസ്ത്രധാരണം തുടങ്ങിയ പ്രവൃത്തികളെ ഈ ശരീരത്തിൽ ചെയ്യുന്നില്ലേ? എല്ലാം ആത്മാവാണെങ്കിൽ പിന്നെ എന്തിനാ വസ്ത്രം ധരിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. ഇത് ന്യായമായ ചോദ്യമല്ലേ? ശരീരത്തിൽ അങ്ങനെ ഒരു ബുദ്ധി ഇല്ലാത്തവൻ വസ്ത്രമൊന്നും ധരിക്കേണ്ട കാര്യമില്ല, ശൗചം ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ കാണാറുണ്ടല്ലോ ഒരാളുടെ ബുദ്ധിക്ക് സ്ഥിരതയും. എന്നുവെച്ചാൽ ഈ ലോകത്തിലേ അല്ല, അയാൾ വസ്ത്രം ധരിക്കാറില്ല, ശൗചം അനുഷ്ഠിക്കാറില്ല. ദേഹാത്മബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്, ശരീരത്തിൽ ബുദ്ധിയില്ല. അതുപോലെ ആകണ്ടേ, ഉന്മത്തനെ പോലെ ആകണ്ടേ? അങ്ങനെയല്ലല്ലോ കാണുന്നത് തത്വജ്ഞാനി. ഇതെല്ലാം നിയമത്തോടെ നിഷ്ഠയോടെ പാലിക്കുന്നുണ്ട്. ശരീരത്തിൽ അഹംബുദ്ധി ഉണ്ടല്ലോ, മമതയുണ്ടല്ലോ. പറയുന്നു എന്റെ ശരീരത്തിൽ അഹംബുദ്ധി ഇല്ലെങ്കിലും ഞാനിതൊക്കെ ചെയ്യുന്നതാണ്, എനിക്കങ്ങനെ മമതയൊന്നുമില്ല, ഞാനെന്തിനാ നല്ല വസ്ത്രം ധരിക്കുന്നത്? മമതയൊന്നുമില്ല, അങ്ങനെ ധരിക്കണം. ശരി. അപ്പൊ ശിഷ്യൻ ചോദിക്കണം യുക്തിയുക്തമായിട്ട്, താങ്കളുടെ ശരീരത്തിൽ മമത ഇല്ലെങ്കിലും താങ്കൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള ശരീരം ഉണ്ടല്ലോ, രാമന്റെയും കൃഷ്ണന്റെയും ഒക്കെ ശരീരം, അതിനും മമതയില്ലല്ലോ. എന്നാൽ അതിലൊക്കെ പോയി ശൗചം ചെയ്യണം, എന്താ ചെയ്യാത്തത്? അതിലൊക്കെ എന്താ വസ്ത്രം ധരിപ്പിക്കാത്തത്? മമത ഇല്ലാതെയും ചെയ്യാമെങ്കിൽ എല്ലാത്തിനും ചെയ്യണ്ടേ? ഒരു ശരീരത്തിൽ മാത്രം എന്തിനു ചെയ്യുന്നു? ന്യായമായ ചോദ്യമല്ലേ? അപ്പോൾ ശരീരത്തിൽ അഹന്തയില്ല, മമതയില്ല, ഇതൊന്നും പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. തത്വജ്ഞനാണെങ്കിൽ ഇതെല്ലാം കാണുന്നുണ്ട്. ഇനി അതുപോട്ടെ, രാഗം അതുണ്ടല്ലോ തത്വജ്ഞൻ, ഇച്ഛ, ആഗ്രഹം, അതനുസരിച്ച് പ്രവൃത്തിയുണ്ടല്ലോ. ആത്മാവിൽ ഇതെന്തെങ്കിലും ഉണ്ടോ? എന്താ അവിടെ രാഗം? ഭക്ഷണം വേണമെന്ന് ആഗ്രഹിക്കുന്നു, ജലം വേണമെന്ന് ആഗ്രഹിക്കുന്നു, കിട്ടിയാൽ അത് കഴിക്കുന്നു, വീണ്ടും കഴിക്കുന്നു, പ്രവൃത്തിയുണ്ട്. ഒരു അജ്ഞനിൽ നിന്ന് എന്താ വ്യത്യാസമുള്ളത്? തത്വജ്ഞന് ഒരു വ്യത്യാസമുണ്ട്. അതാണ് വിപരീതപ്പെടുത്തിയ തത്കാര്യം. വിപരീതപ്പെടുത്തിയും ദേഹാത്മബുദ്ധിയും മറ്റും തത്കാര്യം രാഗാദി ദോഷങ്ങളും പ്രവൃത്തിയും എല്ലാം ഈ വേദാന്തം അദ്വൈതം പറയുന്നവനും കാണുന്നുണ്ട്. ദർശന അല്ലെ സാറിന് ചോദിക്കാല്ലെങ്കിൽ എല്ലാം ബ്രഹ്മമെന്ന് പറയുന്നത് വിശക്കത്തില്ലേ, ഊണ് കഴിക്കത്തില്ലേ എന്നൊക്കെ സാറിന് ചോദിക്കാറുണ്ടല്ലോ, അതുപോലെയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ചോദ്യം ലൗകിക ദൃഷ്ടിയിൽ, സമാധാനം എങ്ങനെയായിരിക്കും? ലൗകിക ദൃഷ്ടിയിൽ മനസ്സിലാകുന്ന രീതി സമാധാനം പറയും. അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പരമാർത്ഥം പറയും. ഇവിടെ ആദ്യം പരമാർത്ഥമാണ് പറഞ്ഞു, ഞാൻ നിത്യമുക്തനാണ്, എനിക്ക് ശരീരമില്ല, കർമ്മങ്ങളില്ല. പക്ഷെ അത് മനസ്സിലാകുന്നില്ല. അപ്പൊ ലൗകിക ദൃഷ്ടിയിൽ ചോദ്യം, ലൗകിക ദൃഷ്ടിയിൽ സമാധാനം പറയുന്നു.
ഈ ആക്ഷേപങ്ങളെ നിഷേധിക്കുന്നു എന്ന തത് ശേഷസ്ഥിതി ഹേതുത്വ, തത് ശേഷസ്ഥിതി ഉള്ളതുകൊണ്ട്. ഇത് നമ്മൾ പലതവണ സമാധാനം പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയുന്ന, ഭാഷ്യകാരൻ ആവർത്തിക്കുന്നുണ്ട്, നമുക്കും ആവർത്തിക്കേണ്ടി വരും. ഏന കർമ്മണ ശരീരം ആരബ്ധം തദ്വിപരീത പ്രത്യയദോഷ നിമിത്തത്വാൻ തസ്യ തഥാഭൂതസ്യൈവ വിപരീത പ്രത്യയദോഷ സംയുക്തസ്യ ഫലദാനേ സാമർത്ഥ്യമിതി യാവത് ശരീരപാദഃ താവത് ഫലഭോഗ അങ്കതയാ വിപരീത പ്രത്യയം രാഗാദിദോഷം ച താവൻ മാത്രം അക്ഷുവത്യേവ. ഇവിടെ അംഗീകരിക്കുന്നു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. വിപരീത പ്രത്യയം ദേഹാത്മബുദ്ധിയും മറ്റും ഉണ്ട്. അതുകൊണ്ടുള്ള വസ്ത്രം ധരിക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതുമെല്ലാം ദേഹത്തിൽ അല്ല അതൊക്കെ ചെയ്യുന്നു. ദേഹാത്മബുദ്ധി ഇല്ലാതെ ഇത് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അന്യദേഹത്തിൽ ദേഹാത്മബുദ്ധി ഇല്ലല്ലോ. ആ ദേഹത്തിൽ ഇതൊക്കെ പ്രവർത്തിക്കാൻ പറ്റും, ഇരിക്കാനും നടക്കാനും കിടക്കാനും ഒക്കെ പറ്റും. ഏത് ദേഹത്തിലാണോ ദേഹാത്മബുദ്ധിയുള്ളത് ആ ദേഹമല്ലേ ചലിക്കുന്നത്. തത്വജ്ഞാനി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? തത്വജ്ഞാനിക്ക് സർവാത്മഭാവം ഉണ്ടെന്ന് പറയുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ തത്വജ്ഞാനി നടക്കുമ്പോൾ എല്ലാ ദേഹവും നടക്കണം, കിടക്കുമ്പോൾ എല്ലാ ദേഹവും കിടക്കണം, ഉറങ്ങുമ്പോൾ എല്ലാ ദേഹവും ഉറങ്ങണം. ഇതുപോലും സംഭവിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ സാറിന് കേൾക്കാറുണ്ടല്ലോ, തത്വജ്ഞാനി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ തത്വജ്ഞാനിക്ക് വേദനിക്കും എന്നാണ്. അതാണ് സർവാത്മഭാവം. എന്ത് കഷ്ടമാണ്. എവിടെയെങ്കിലും ആരെങ്കിലും കഴുത്തിൽ കയറിട്ട് കഴിഞ്ഞാൽ തത്വജ്ഞാനിയും പോയി, തീർന്നു. ആത്മഹത്യയും ചെയ്യേണ്ടി വരും. അങ്ങനെ വരത്തില്ലേ? പക്ഷെ അതൊന്നും കാണുന്നില്ലല്ലോ. ഇതാണ് തത്വജ്ഞാനം. അതിനോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അംഗീകരിക്കുന്നു. വിപരീത പ്രത്യയം രാഗാദിദോഷം ച അംഗീകരിക്കുന്നു. വിപരീത ബുദ്ധിയും തത്വജ്ഞാനിക്കുമുണ്ട്. വിപരീത ബുദ്ധിയുണ്ട്, രാഗാദിദോഷവും ഉണ്ട് എന്നാണ്. അതെങ്ങനെ എന്നുള്ള കാര്യം ഇനി വിശദീകരിക്കും. Yes.